തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ 50 ബംഗ്ലാദേശ് പൗരന്മാരെ ട്രെയിൻ മാർഗം പശ്ചിമ ബംഗാളിലേക്ക് അയച്ചതായി പോലീസ് ശനിയാഴ്ച പറഞ്ഞിരിക്കുകയാണ്. 44 പുരുഷന്മാരും 6 സ്ത്രീകളും അടങ്ങുന്ന ഈ സംഘത്തെ സേലം ജില്ലയിലെ ആറ്റൂർ താലൂക്ക് ഓഫീസ് കോംപ്ലക്സിനുള്ളിൽ ഒരു പ്രത്യേക തടങ്കൽ കേന്ദ്രത്തിലായിരുന്നു നേരത്തെ പാർപ്പിച്ചിരുന്നത്. കൂടാതെ ഔദ്യോഗിക നാടുകടത്തൽ ഉത്തരവുകളെ തുടർന്ന് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ ജൂലൈ 3-ന് 3 വാനുകളിലായി ഇവരെ തിരുച്ചിറപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. തിരുച്ചിറപ്പള്ളിയിൽ എത്തിയപ്പോൾ ഇവർക്ക് ഹൗറ എക്സ്പ്രസിൽ പ്രത്യേകം സജ്ജമാക്കിയ കോച്ചിൽ ഒരു പ്രത്യേക കോച്ചിൽ ഈ ബംഗാളികളെ മുഴുവനും അതിനകത്തേക്ക് കയറ്റുകയും സേലം ആംഡ് റിസർവ് ഡെപ്യൂട്ടി പോലീസ് ഓഫ് സൂപ്രണ്ട് ശക്തിവേലിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ സായുധ പോലീസ് സംഘമാണ് അവരെ ട്രെയിൻ യാത്രയിൽ അതായത് ബംഗാളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹൗറ എക്സ്പ്രസിൽ സുരക്ഷാ സന്നാഹത്തിൽ ഉണ്ടായിരുന്നത്. പശ്ചിമ ബംഗാളിലെ ഹരിദാപൂർ കര അതിർത്തിയിൽ തമിഴ്നാട് പോലീസ് പൗരന്മാരെ ഔപചാരികമായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് BSF ബംഗ്ലാദേശ് അധികാരികൾക്ക് അവരുടെ അന്തിമ കൈമാറ്റ പ്രോസസിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ BSF അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ അതിർത്തി സേന അതായത് BGF ഉൾപ്പെടെയുള്ളവരും കൂടെ ചേർന്നിട്ടായിരിക്കും ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക. അതായത് തമിഴ്നാട്ടിലെ ആംഡ് പോലീസ് ബറ്റാലിയൻ ഈ 40ഓളം ബംഗാളികളെ അതായത് ബംഗ്ലാദേശ് പൗരന്മാരെ നേരെ പശ്ചിമ ബംഗാളിലേക്ക് എത്തി അവിടുത്തെ BSFന് കൈമാറും. അതിനുശേഷമാണ് BSF ആണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതും ഈ ബംഗാളികളെ നേരെ അവരുടെ അതിർത്തിയിലേക്ക് തുറന്നു വിടുകയും ചെയ്യുന്നത്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ സഞ്ചാരം താത്കാലികമായി നിർത്തിവെക്കുന്നതിനായി സ്ഥാപിച്ച ആത്തൂർ പ്രത്യേക ക്യാമ്പിൽ നിലവിൽ കേസുകൾ തീർപ്പാക്കാനുള്ളതോ ജാമ്യത്തിൽ കഴിയുന്നതോ ആയ 130-ലധികം വിദേശ പൗരന്മാരെയാണ് അവിടെ പാർപ്പിച്ചത്. ബംഗ്ലാദേശി പൗരന്മാരുടെ കസ്റ്റഡി ഹരിദാപൂർ അതിർത്തിയിൽ BSFന് കൈമാറുമെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് BSF ആവശ്യമായ രേഖകൾ പൂർത്തിയാക്കുകയും ബംഗ്ലാദേശ് അധികൃതരുമായി ഏകോപിപ്പിച്ച് അവരെ സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിൽ ഹൗറ എക്സ്പ്രസിൽ ഈ ബംഗ്ലാദേശികളെ മുഴുവനും അതിലേക്ക് പ്രത്യേക കോച്ചിൽ കയറുന്നതിന് മുന്നേ തന്നെ തമിഴ്നാട് പോലീസ് BSFുമായി അതായത് പശ്ചിമ ബംഗാളിലെ BSFുമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. നമ്മൾ ഇത്ര നീതി തമിഴ്നാട്ടിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ഹൗറ എക്സ്പ്രസിൽ പ്രത്യേക സജ്ജീകരിച്ച ബോഗിയിൽ നമ്മൾ പുറപ്പെടും, ഇത്ര നീതി നമ്മൾ അവിടെ എത്തുമെന്ന് കൃത്യമായ ഒരു നിർദ്ദേശം BSFനെ അറിയിച്ചിട്ടുണ്ട്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെയോ നാടുകടത്തൽ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതുവരെയോ രേഖകളില്ലാത്ത വിദേശ പൗരന്മാരെ പാർപ്പിക്കുന്നതിനുള്ള കേന്ദ്ര അനുമതി അത്തൂർ ഡിറ്റൻഷൻ ക്യാമ്പ് പ്രവർത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോടതികളുടെ പരിഗണനയിലുള്ളവരോ ജാമ്യം ലഭിച്ചിട്ടും മരണപരമായ കസ്റ്റഡിയിൽ തുടരുന്നവയോ ആയ 130-ലധികം വിദേശ പൗരന്മാർ നിലവിൽ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് പറയുന്നത്. കൂടാതെ പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അതായത് സുവേന്ദു അധികാരി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായ ഒരു നടപടികൾ പശ്ചിമ ബംഗാളിൽ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശികൾ മൊത്തത്തിൽ തന്നെ അവരുടെ നാടുകളിലേക്ക് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ബംഗ്ലാദേശിലേക്ക് നമ്മൾ നാട് കടത്തുമെന്ന് കൃത്യമായി തന്നെ BJP സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും അവരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കരുത്, അതായത് ലോക്കപ്പിലേക്ക് അടയ്ക്കരുത്, ജയിലിൽ അടയ്ക്കരുത് എന്നൊരു നിർദ്ദേശം BJP സർക്കാർ പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അവിടുത്തെ പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നീക്കം ഒരു ഉത്തരവ് വന്നതോടുകൂടിയാണ് BJP അവിടെ അധികാരമേൽക്കുന്നതിന് മുന്നേ തന്നെ ബംഗ്ലാദേശികളെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം, അതായത് പശ്ചിമ ബംഗാളിൽ നിന്നും നാട് വിട്ട് അല്ലെങ്കിൽ അവരവിടെ നിന്ന് പാലായനം ചെയ്ത് തമിഴ്നാട് അതോടൊപ്പം തന്നെ കേരളം അതോടൊപ്പം കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു നീക്കം ഉണ്ടായത്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇവർ പോവാതെ മറ്റ് അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ CPM ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഇവർ ചേക്കേറുന്ന ഒരു അല്ലെങ്കിൽ അവിടെ പോയി താമസിക്കുന്ന അനധികൃതമായി താമസിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അവിടെ തമിഴ്നാട് സർക്കാരിന്റെ ഒരു വലിയ രീതിയിൽ ഒരു 40ഓളം ബംഗ്ലാദേശികൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെല്ലാം തന്നെ പിടികൂടുകയും ഇന്ന് അവരെ ഹൗറ എക്സ്പ്രസിൽ കയറ്റി 40ഓളം ആംഡ് പോലീസ് ബറ്റാലിയന്റെ ആയുധ സുരക്ഷാ സേന ഉണ്ട്. കൂടാതെ അവരുടെയൊക്കെ അകമ്പടിയോട് കൂടിയാണ് ഇവരെ പശ്ചിമ ബംഗാളിലെത്തി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കൈമാറാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും വലിയ രീതിയിലുള്ള ബംഗ്ലാദേശികളുണ്ട്. കൊട്ടാരക്കരയിലടക്കം കൊല്ലത്തടക്കം കാസർഗോഡ് അടക്കം പത്തനംതിട്ടയിലടക്കം ഈ ബംഗ്ലാദേശികളെയൊക്കെ പിടികൂടുന്ന ഒരു സാഹചര്യം ATS അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിൽ നിന്നുള്ള ഒരു നിർണായകമായ നീക്കങ്ങളൊന്നും അടുത്ത ഘട്ടമൊന്നും ATSന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു പരിശോധന തമിഴ്നാട് നടത്തിയതുപോലെ വ്യാപകമായ ഒരു പരിശോധന നടത്തി ഈ ബംഗ്ലാദേശികളെല്ലാം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോയി BSFന് കൈമാറണം എന്ന് തന്നെയാണ് ഒന്നടക്കം ഈ ജനങ്ങൾ പറയുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഇവർ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ഭീഷണി ഉയർത്തി
നിർത്തിയിരുന്നു. ആ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇവരെ മൊത്തത്തിൽ തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ, കാരണം അനധികൃതമായി വന്ന് താമസിക്കുന്നവരാണ്. അവിടെ ഉള്ളവർക്ക് നമ്മുടെ ഭാരതത്തിൽ ഒരു തരത്തിലുമുള്ള നിയമമില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാവരെയും പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോയി അവിടെ BSFന് കൈമാറി BSF തന്നെ അവരെ പശ്ചിമ ബംഗാളിലേക്ക് തുറന്നുവിടുന്ന ഒരു നീക്കത്തിലേക്ക് തമിഴ്നാട് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്.